ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഡുഷാൻ ലഗാറ്റോർ വന്നതുകൊണ്ട് തന്നെ ഒരു വിദേശ താരത്തിന് ക്ലബ്ബ് വിടേണ്ടി വരും എന്നത് ഉറപ്പായി കഴിഞ്ഞിരുന്നു. മറ്റാരുമല്ല, അലക്സാണ്ട്രെ കോയഫിന് ക്ലബ്ബ് വിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സമ്മിശ്രമായ പ്രതികരണമാണ് ഉള്ളത്. കോയഫിനെ ഒഴിവാക്കിയതിനോട് ചിലർക്ക് എതിർപ്പുണ്ട്, എന്നാൽ അത് നല്ല കാര്യമായി എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു മെസ്സേജ്, തൻ്റെ വിടവാങ്ങൽ സന്ദേശം കോയഫ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒരല്പം നിരാശ അദ്ദേഹം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത്, ചില സമയത്ത് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി സർവ്വതും നൽകിയാലും അത് നിരാശയിലാണ് അവസാനിക്കുക എന്ന ഒരു വേവലാതി അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല, ചില സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ മെസ്സേജ് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ പ്രൊജക്റ്റിന് വേണ്ടി സർവ്വതും നൽകാൻ ശ്രമിച്ചാലും ചില സമയത്ത് അതെല്ലാം നിരാശാജനകമായി കൊണ്ടാണ് അവസാനിക്കുക. മാത്രമല്ല, നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. ഈ സ്റ്റോറി ഒരുപക്ഷെ ഇതിനേക്കാൾ മനോഹരമാകുമായിരുന്നു. ക്ലബിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ നല്ല രീതിയിൽ സ്വീകരിച്ച ആരാധകർക്കും എൻ്റെ സഹതാരങ്ങൾക്കും നന്ദി പറയുന്നു. ഈ സാഹസികത അത് വളരെ ചെറുതായിരുന്നു, പക്ഷെ വളരെയധികം തീവ്രതയുള്ളതായിരുന്നു, ഇൻറ്റൻസ് ആയിരുന്നു. ഞാൻ ഇത് ഒരിക്കലും മറക്കില്ല. ഇനി ഞാൻ ഈ ക്ലബിനെ ഒരു ആരാധകനെ പോലെ ഫോളോ ചെയ്യും. ക്ലബ്ബ് വലിയ രീതിയിലേക്ക് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലബ്ബ് ഇതിനേക്കാൾ മികച്ചത് അർഹിക്കുന്നുണ്ട്. വൺസ് എ ബ്ലാസ്റ്റർ ആൾവേസ് എ ബ്ലാസ്റ്റർ. ഇതാണ് ഇപ്പോൾ അലക്സാണ്ട്രെ കോയഫ് കുറിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ക്ലബ്ബുമായി 6 മാസത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു അവശേഷിച്ചിരുന്നത്. എന്നാൽ ക്ലബ്ബ് ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.